മണ്ണും മനസ്സും ഒത്തുചേർന്നതാണ് കർഷക ജീവിതം. കാലങ്ങൾ നീളുന്ന അധ്വാനത്തിൻ്റെയും കണ്ണിമ തെറ്റാത്ത പരിചരണത്തിൻ്റെയും പ്രവർത്തന ഫലം. അത് ജയമോ പരാജയമോ ആവാം. പക്ഷേ കർഷകൻ അവൻ്റെ അധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കും. കൂട്ടായി ദൈവവും ആത്മവിശ്വാസവും മാത്രം. അക്കാരണത്താലാണ് ലഭിക്കുന്നതിൻ്റെ ഒരു പങ്ക് തൻ്റെ ഇഷ്ടമൂർത്തിക്ക് സമർപ്പിക്കുന്നത്. വരും വർഷങ്ങളിലും ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി മണ്ണ് പ്രസാദിപ്പിച്ച് 100 മേനി വിളവ് കൊയ്യാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടെ. നമസ്കാരം. നമ്മുടെ വീടുകളിൽ ഉപയോഗത്തിൽ മുൻപന്തിയിലുള്ള വസ്തുവാണ് മഞ്ഞൾ. കേരള മണ്ണിന് അനുയോജ്യവും ഔഷധമൂല്യമുള്ളതുമായ ഈ കാർഷിക വിള നമ്മുടെ പറമ്പിൽ വിളയിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ കൃഷി നഷ്ടമെന്ന് പറഞ്ഞ് പിന്തിരിയുന്ന ഇക്കാലത്ത് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു വിജയകഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. തരിശായി കിടന്ന സ്ഥലത്തു നിന്നും ലഭിച്ചത് കിലോ കണക്കിന് മഞ്ഞളായിരുന്നു. ഉൽപാദന ചെലവിനപ്പുറം ലഭിച്ച ലാഭത്തിൻ്റെയും കഥ പറയുകയാണ് കോട്ടായി പൊള്ളേക്കാട്ട് കൃഷ്ണകുമാർ. മണ്ണറിഞ്ഞ് ശാസ്ത്രീയ പരിചരണത്തിലൂടെ 100 മേനി വിളയിച്ച കഥ. ആയുർവേദം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രകൃതി സംരക്ഷണമാണ് ഈ കൃഷിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ലീലച്ചന്തയിൽ നിന്നും വിത്ത് ശേഖരിച്ച് മെയ് മാസം അവസാനത്തോടെയാണ് പാകിയത്. ചാരവും ഉണക്കിപ്പൊടിച്ച ചാണകവും അടിവളമായി നൽകിയിരുന്നു. ഇങ്ങനെ 2 തവണ കൂടി നൽകി. രണ്ടാഴ്ചയിലധികം നനച്ചിരുന്നില്ല. ജൂൺ ആദ്യവാരത്തോടെ കാലവർഷവും വന്നെത്തി. ഇതോടെ മുള പൊട്ടിത്തുടങ്ങി. ചെനപ്പുകൾ, അതായത് ഇതിൻ്റെ ടിമ്പേഴ്സ് കൂടുതലായിട്ടുണ്ടാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാണക ലായനി, പച്ചച്ചാണകം. കാരണം പച്ചച്ചാണകം എന്ന് പറഞ്ഞാൽ സാധാരണ ചാണകം കുഴിയിൽ നിന്ന് എടുക്കാൻ പാടില്ല. കാരണം അതിലും കീടങ്ങളും മറ്റേതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണകൾ തൊഴുത്തുനിന്ന് തന്നെ നമ്മൾ എടുത്ത പച്ചയോടുകൂടിയുള്ള ഫ്രഷായിട്ടുള്ള ചാണകം കലക്കി നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് ഒഴിക്കുകയാണെങ്കിൽ ധാരാളം സ്പ്രൗട്ടിങ്, ചിനപ്പുകൾ വരാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ പച്ചച്ചാണകം കലക്കി ഒഴിച്ച് നൽകിയാൽ കൂടുതൽ മുളകൾ ഉണ്ടാവുന്നതായി കാണാം. 1 മാസത്തിന് ശേഷം കള പറിച്ച് മണ്ണ് കൂട്ടി നൽകി. കള വരാൻ അനുവദിക്കാതെ മണ്ണ് കൂട്ടി നൽകുവാൻ ശ്രദ്ധിക്കണം. എട്ട് മാസമാണ് മഞ്ഞൾ പാകമാവാനുള്ള സമയം. ജനുവരിയോടെ വിളവെടുക്കുകയും ചെയ്തു. ഈ പച്ചക്ക് വില കിട്ടില്ല. ഉണക്കിയിലുണ്ടല്ലോ നിനക്ക് പറഞ്ഞ കാശ് കിട്ടും. എല്ലാവരും ഇവിടെ അതല്ലേ ചെയ്യുന്നത്. മത്തിക്കാരും വാങ്ങിക്കൊണ്ട് പോവല്ലോ. 180, 200 താഴെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.
ഇതിൽ ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ നാടൻ മഞ്ഞളാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം 10 ടൺ വരെ ഒരു ഏക്കറിൽ നിന്ന് മഞ്ഞൾ നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. പ്രതീക്ഷയാണ് കർഷക ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പ്രകൃതിയെ, ദൈവികതയെ ആരാധിച്ച് വീണ്ടും വീണ്ടും വിളവിറക്കുന്നു. മണ്ണ് ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി. നമസ്കാരം.